ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ, ഇപ്പം യൂട്യൂബിൽ കുറേ ആൾക്ക് മെസ്സേജ് അയക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജസ് അയക്കുന്നുണ്ട്. അതിൽ എനിക്ക് എൻ്റെ മോളെ പോലെ മാലക കുഞ്ഞുങ്ങളില്ലേ ആൾക്കാരും അതുപോലെ മരണപ്പെട്ടു പോയ ഒരുപാട് അമ്മമാരുണ്ട്. അപ്പം അവരുടെ സാഹചര്യം ആലോചിക്കും ശരിക്കും തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം അവർക്ക് ഇനിയിലെ കുട്ടി അങ്ങനെ ആവോ, ഓരോരോ സംശയങ്ങൾ. ഇനിയിപ്പം ഒരുപാട് വേദനിച്ച് നിൽക്കുന്ന അമ്മമാരെയാണ് ഞാൻ കാണുന്നത്. 2 വർഷമായിട്ട് കുട്ടികൾ മരിച്ചിട്ട് ഇപ്പം കുട്ടികളാവാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ വളരെ സങ്കടം തന്നെയാണ് അവസ്ഥ. അപ്പം നമ്മൾ ശരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾ ഭാഗ്യവന്മാരാണ്. ഭാഗ്യവന്മാരാണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രഗ്നൻസി അല്ല, നമ്മൾ ഒരു രണ്ടാമത്തെ ഒരു ബേബി വേണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്കില്ലേ 100 തരത്തിലുള്ള വിഷമങ്ങളും ടെൻഷനുകളും വരും. അങ്ങനെയാണ്. അപ്പം ഇനിയിപ്പോൾ ഞാൻ മാലക കുഞ്ഞുങ്ങളിലെ അമ്മമാരോട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ള ജനറ്റിക് ടെസ്റ്റും ഗൈനക്കോളജി കൺസൾട്ടേഷനെല്ലാം ചെയ്ത് നിങ്ങൾ നോക്കുക എങ്ങനെയാണ്. അഥവാ നിങ്ങൾക്ക് പിന്നെ HD സ്കാനിങ് എല്ലാം ഉണ്ട്. ഒരു പരിധി വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, പറ്റാത്ത കാര്യങ്ങളും ഉണ്ട്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. അപ്പം നിങ്ങൾ ഒരാളും ടെൻഷൻ അടിക്കാൻ പാടില്ല. ഇനി ഇതുപോലെയുള്ള മക്കൾ ഇല്ല അമ്മമാർക്ക് ഇനി മക്കളുണ്ടാവുമ്പോൾ ഒരു പേടിയുണ്ടാവും. എനിക്കും ഉണ്ട്, ഇല്ല എന്നല്ല. അതുകൊണ്ട് നമ്മളെ സയൻസ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രഗ്നൻ്റ് ആവാണ്ട് പ്രിപ്പയർ ചെയ്യാം. അതുകൊണ്ട് ടെൻഷൻ അടിച്ച് കാര്യമില്ല. കാരണം നമുക്കൊരു കുട്ടിയും കൂടെ ലൈഫിലേക്ക് വന്നാൽ മാത്രമേ നമ്മളെ മാനസികവും ശാരീരികമായിട്ടുള്ള ആ ഒരു സ്ട്രെസ്സ് റിലീഫ് ആവുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ടെന്നാണ് പറയുന്നത്. അപ്പം